الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം തഖ്വയോടുകൂടി അഥവാ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മടങ്ങുവാനും വിചാരണ ചെയ്യുന്ന നാളിൽ വിജയികളായിത്തീരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിലാണ് വിശ്വാസി ലോകം. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പ്രവേശിക്കുവാനും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു തുടങ്ങാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ നമുക്ക് സ്തുതിക്കാം. ഒരു ചെറിയ കഥ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങാം. ഒരു യുവാവ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിനവും താൻ ജോലി ചെയ്ത് കിട്ടുന്ന കൂലി അത് തന്നെ വളരെ കുറഞ്ഞ വരുമാനമാണ്. ആ വരുമാനം കൊണ്ടാണ് അദ്ദേഹവും കുടുംബവും സന്തോഷത്തോടു കൂടി പോകുന്നത്. അങ്ങനെയൊക്കെ ഒരു പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആ മനുഷ്യന്
തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ രാത്രി വെളിച്ചമില്ല. തൻ്റെ വീടിൻ്റെ സമീപം ആ ഇരുട്ടിലൂടെ തൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോന്ന് തട്ടി. ആ നടത്തത്തിൽ കാലിൽ തട്ടിയ ആ ചെറിയ ഒരു സഞ്ചി അദ്ദേഹം എടുത്തു. ഈ ചെറിയ കിഴിയാണ്. അതിൽ നിന്ന് ഓരോ കല്ലുകളും പുഴയിലേക്ക് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയ സമയത്താണ് ആ ചെറിയ സഞ്ചിയിൽ അവസാനത്തെ കല്ല് അദ്ദേഹം കാണുന്നത്. താൻ ഇത്രയും സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്ന, പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന കല്ല് വളരെ വിലപിടിപ്പുള്ള രത്നമായിരുന്നു എന്നുള്ളതാണ്. തനിക്ക് കോടികൾ കിട്ടുമായിരുന്ന രത്നങ്ങളാണ് ഇത്രയും സമയം താൻ ശ്രദ്ധിക്കാതെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവസാന സമയത്ത് ഖേദിക്കുകയാണ്. ഇതുപോലെയാണ് സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ ഏറ്റവും വിലപിടിപ്പുള്ള, എന്തിനേക്കാളും വിലപിടിപ്പുള്ള വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം നമ്മുടെ മുന്നിലുണ്ട്. ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം ഒന്നറിയാൻ, അതിൻ്റെ വില മനസ്സിലാക്കാൻ, അതുമൂലം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം കരസ്ഥമാക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ മുഴുവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഗ്രന്ഥമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടം നമുക്കറിയാം. മദ്യപാനത്തിലും വ്യഭിചാരത്തിലും വിഗ്രഹാരാധനയിലും ഒഴുകിയ ഒരു സമൂഹത്തെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ എന്ന ആ പ്രകാശത്തിലൂടെ ആ സമൂഹത്തെ മുഴുവൻ അതിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് കാണാൻ സാധിക്കും. മലക്കുകളോടും നക്ഷത്രങ്ങളോടും അഗ്നിയോടും ആരാധന പുലർത്തിയ ഒരു സമൂഹമായിരുന്നു. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവയെല്ലാം കൃത്യമായ തൗഹീദിൻ്റെ ആ ഏറ്റവും അടിസ്ഥാന തത്വത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെയായിരുന്നു. നിങ്ങൾ ഖുർആനിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു തുടങ്ങേണ്ട ആവശ്യമില്ല. 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമാവുകയാണ്. തുടർന്ന് 23 വർഷങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുർആൻ പൂർത്തിയാവുകയാണ്. ആ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ കൈവശം ഇന്നുള്ളത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുവല്ലോ. മദ്യപാനത്തെക്കുറിച്ച് കൃത്യമായി ആ സമൂഹം സകല തിന്മയിലേക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യസ്അലൂനക അനിൽ ഹംർ വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, നബിയെ എന്നോടവർ മദ്യത്തെക്കുറിച്ച് ചൂതാട്ടത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നബിയെ നീ പറഞ്ഞു കൊടുക്കണം, അതിൽ വലിയ പാപമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്ത് അവർക്ക് ഓതിക്കൊടുത്ത ഘട്ടത്തിൽ ആ മദ്യപിച്ച ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നത് എന്താണ്? നബിയെ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളുടെ ഒട്ടകം മദ്യമുണ്ടാക്കുന്ന മുന്തിരിവള്ളികൾ കഴിച്ചുകൊണ്ടാണ് ആ ഒട്ടകത്തിൻ്റെ ഭക്ഷണം നിലനിർത്തുന്നത് എങ്കിൽ ആ ഒട്ടകത്തിൻ്റെ പാല് ഞങ്ങൾക്ക് ഹറാമാണോ ഹലാലാണോ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് മുഖേന അവർക്കുണ്ടായ മാറ്റമാണ്. യാ റസൂലല്ലാഹ് ഇൻതഹൈനാ, നബിയെ ഞങ്ങൾ അവസാനിപ്പിച്ചു, ഞങ്ങൾ മതിയാക്കി, ഇനി ഞങ്ങൾ മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ച ആ ഒരു സമുദായത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മദീന തെരുവിലൂടെ മദ്യം ഒഴുക്കിക്കളഞ്ഞ, കള്ളിൻ്റെ വീപ്പകളെല്ലാം അരച്ചിട്ട് എല്ലാം നശിപ്പിച്ച അവരെയാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം, അൻസാറുകളിൽ ഒരു സംഘത്തോടൊപ്പം ഞങ്ങൾ, അഥവാ അബൂ ത്വൽഹ, അബൂ ദുജാന, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹും എന്നിവർക്ക് ഞാൻ മദ്യം വിളമ്പി കൊടുക്കുകയായിരുന്നു. ഏത്? ഈ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആ ഘട്ടത്തിലിരിക്കുന്ന ഘട്ടത്തിൽ അതാ ഒരു മനുഷ്യൻ ഞങ്ങളിലേക്ക് ഓടി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മദ്യം നിരോധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചിട്ടുണ്ട് എന്ന്. ആ സമയത്ത് എന്ത് ചെയ്തു? ആ മദ്യത്തിൻ്റെ കോപ്പകൾ
മദ്യത്തിന്റെ ഗ്ലാസുകൾ ഞങ്ങൾ വലിച്ചെറിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്യമായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വിഷയം കാണാവുന്നതാണ്. അതുപോലെ വ്യഭിചരിച്ചിരുന്ന ആളുകൾ, നിങ്ങൾ നോക്കൂ, വാർദ്ധക്യത്തിലെത്തിയ ആളുകളെ പോലും വ്യഭിചരിച്ച ഒരു സമൂഹമായിരുന്നു. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിന്റെ വചനം അവതരിക്കുന്നത്. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകാൻ പാടില്ല, തീർച്ചയായിട്ടും നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സമയത്ത് ആ മദ്യപിച്ചിരുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ വ്യഭിചരിച്ചിരുന്ന ആളുകളെ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വ്യഭിചരിച്ചിരുന്ന ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. വ്യഭിചരിച്ചാൽ ഈ ലോകത്തെന്താണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ, ആ ശിക്ഷ ഞങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് ലഭിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? പരലോകത്ത് അല്ലാഹുവിന്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ കഠിനമായ ശിക്ഷയിൽ നിന്ന് നബിയെ ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്താണോ ശിക്ഷ, ആ ശിക്ഷ നിങ്ങൾ നടപ്പാക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെയായിരുന്നു മാറ്റങ്ങൾ. വിഗ്രഹാരാധനയെ സംബന്ധിച്ച് പറഞ്ഞുവല്ലോ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധ ഖുർആനിന്റെ വചനം തൗഹീദുമായി ബന്ധപ്പെട്ട അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആ വചനം അവതരിച്ച സമയത്ത് അവരിലുണ്ടായ മാറ്റങ്ങൾ നാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഹുതുബകളിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു സമൂഹമായിരുന്നു. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം തിന്മകളായിരുന്നു ആ ജാഹിലിയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെൺകുട്ടികളെ ജീവനോടുകൂടി ഒഴിച്ചു മൂടിയ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തൻ്റെ കുഞ്ഞിനെ, തൻ്റെ പെൺകുട്ടിയെ നല്ല വസ്ത്രം ധരിച്ചു, ഭക്ഷണം കൊടുത്തു, മോൾക്ക് ഒരുപാട് ഉമ്മ കൊടുത്തു. ആ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും. വല്ലാത്തൊരു വേദനയാണ് ആ ചരിത്രം വായിക്കുമ്പോൾ. ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ആ മകളെ എല്ലാ നിലക്കും സ്നേഹിച്ച് പുന്നാകിച്ച് മലമുകളിലേക്ക് വാപ്പ കൊണ്ടുപോയി. എന്നിട്ടോ മലമുകളിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ ആ പെൺകുട്ടിയെ താഴേക്ക് വലിച്ചെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ നോക്കൂ, പെൺകുട്ടികൾ ജീവനോടെ ഇരുന്നു കഴിഞ്ഞാൽ അപമാനമായി കണ്ടിരുന്ന കാലഘട്ടം വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചില്ലേ, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. താൻ എന്തൊരു കുറ്റത്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് ഓരോ കുട്ടിയോടും ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടുമെന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം അവിടെയുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരുപാട് അങ്ങ് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാം ആ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ റളിയല്ലാഹുവിനുണ്ടായ മാറ്റം, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ശബ്ദമായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിന് മേലെ ആകാൻ പാടില്ല എന്ന ഖുർആനിന്റെ വചനം സൂറത്ത് ഹുജറാത്തിൽ അവതരിച്ച സമയത്ത് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ മുനാഫിക്കായി, എൻ്റെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദമാണ് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ സംബന്ധിച്ചല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾക്ക് ജന്മനാ അള്ളാഹു നൽകിയ ശബ്ദം തന്നെയാണ്. ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയത്തെ സംബന്ധിച്ച്, അച്ചടക്കം സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് കൃത്യമായി നമ്മൾ ജീവിതത്തിൽ പാലിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പിന്നീട് റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോൾ വളരെ ചെറിയ ശബ്ദത്തിലായിരുന്നു സംസാരിച്ചത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പലിശ, നിങ്ങൾ നോക്കൂ, എത്ര ആളുകളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. അള്ളാഹു നോമ്പ് സ്വീകരിക്കപ്പെടുമോ? ഇല്ല, തീർച്ചയാണ്. പലിശ വാങ്ങിക്കൊണ്ട്, പലിശക്ക് പണമെടുത്തുകൊണ്ട് വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വീട് നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ, മക്കളുടെ പഠനവുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടില്ല എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങൾ നോക്കൂ, പലിശയുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബമായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. വലിയ കോടീശ്വരനായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് പലിശ ലഭിക്കാനുണ്ടായത്. ഈ പലിശയുമായി ബന്ധപ്പെട്ട ആയത്ത് വിശുദ്ധ ഖുർആൻ അവതരിച്ച ഘട്ടത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്?
എല്ലാ പലിശയും ഒഴിവാക്കി എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ചെന്താ പറഞ്ഞത്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദഹു വഖാലഹും സവാഉൻ എന്നുള്ളതാണ്. പലിശ വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, എഴുതി വെക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, 4 പേർക്കും ഹും സവാഉൻ എന്നുള്ളതാണ്. ഒരേ കുറ്റമാണ്, ഒരേ ശിക്ഷയാണ്. ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, ഒരിക്കലും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും പലിശക്ക് പണമെടുക്കുന്ന, പലിശക്ക് പണം വാങ്ങുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. നമ്മുടെ സൽക്കർമ്മങ്ങളെ കാതു തിന്നുകൊണ്ടിരിക്കും. വലിയ കഠിനമായ ശിക്ഷയാണ് അതുമായി ബന്ധപ്പെട്ട് എന്ന് ഹദീസുകൾ പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, സ്വന്തം ഉമ്മയുമായിട്ട് വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് ഒരു നാണയം പലിശ വാങ്ങിക്കഴിഞ്ഞാൽ, പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അത്ര ഗൗരവപ്പെട്ട വിഷയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഒരുപാട് തിന്മകളെ ഇല്ലാതാക്കി എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരുപാട് സ്വഹാബികളുടെ ചരിത്രം. ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 100 ഒട്ടകത്തെയാണ് ഖുറൈശികൾ പ്രഖ്യാപിച്ചത്. മുഹമ്മദിന്റെ തലയുമായിട്ട് വരുന്ന ആളുകൾക്ക് 100 ഒട്ടകം സമ്മാനം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ വാളെടുത്തുകൊണ്ട് അയിന മുഹമ്മദ്, മുഹമ്മദ് എവിടെയെന്ന് നാടുനീള അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. സൂറത്ത് ത്വാഹയുടെ ആദ്യത്തെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ആരാണ് പ്രവാചകൻ വഫാത്തായി എന്ന് പറഞ്ഞത്? അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് അത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കിയ, ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ, അതുപോലെ തന്നെ സ്വന്തം മകന് പാൽക്കാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്ത, തന്റെ ഭരണത്തിൽ ഒരാട്ടും മുട്ടിച്ചെത്താൽ പോലും അള്ളാഹുവിനടുക്കൽ ഉത്തരം പറയേണ്ടി വരും എന്ന കൃത്യമായ ബോധമുണ്ടായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ നമസ്കരിച്ചു, ഒരിക്കൽ അസർ നമസ്കാരത്തിന് ഇമാമ നിൽക്കുകയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നമസ്കാരം കഴിഞ്ഞു, സലാം വീട്ടിയപ്പോ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. മഹാനായ സഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഖലീഫ, എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? അദ്ദേഹം ചോദിച്ചത്, അബൂ മൂസ, ഞാൻ സ്വർഗ്ഗത്തിൽ കടക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബികളെ സംബന്ധിച്ച് നമുക്കറിയാം. അവർക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളാണ്. അതിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷെ എന്നാണ് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നുള്ളത്. അത്രത്തോളം തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള ആളുകളായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാറ്റിയെടുത്തത് എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് മാറ്റമുണ്ടാക്കിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു ആയത്ത്, 114 സൂറത്തുകളിൽ ഒരായത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ചെറിയ തോതിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണം. നമുക്ക് പറയാൻ കഴിയും ഏതെങ്കിലും ഒരു വിഷയം? നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. നിങ്ങൾ നോക്കൂ, എത്ര ആയത്തുകൾ ഓരോ സഹാബത്തിന്റെയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരെല്ലാവരും ഒരു ആയത്തായിട്ടും ഓതുന്ന സമയത്തൊക്കെ പലപ്പോഴും ബോധം കെട്ടുപിടുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇമാമ നിൽക്കുന്ന സമയത്ത് ഫഅൻദർതുകും നാറൻ തലല്ലാ ആയത്തുൽ ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെ പറ്റി നാം നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം അദ്ദേഹം ഓതിയ ഘട്ടത്തിൽ ബോധം കെട്ടുവീഴുകയാണ്. എപ്പോ? നമസ്കാരത്തിൽ ഇമാമത്ത് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിലാണ്. അദ്ദേഹത്തിന് ബോധം വരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ബോധം എന്താ? നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരായത്ത് നമ്മുടെ ജീവിതത്തിൽ എത്തെങ്കിലും വേദന, പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള മടക്കത്തെ സംബന്ധിച്ചെങ്കിലും ഒരു ബോധം നമുക്കുണ്ടാക്കിയിട്ടുണ്ടോ? അതാണ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്
ഈ റമളാൻ മാസം വിശുദ്ധ ഖുർആനുമായിട്ട് ഏറ്റവും അധികം ബന്ധം പുലർത്തേണ്ട, ഖുർആനുമായിട്ട് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായിട്ടുള്ള റമളാൻ മാസം എന്നുള്ളത്. ഈ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അതിനപ്പുറത്തേക്കൊന്നില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വിശുദ്ധ ഖുർആന്റെ കലാം, ആ വചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ, വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഖുർആൻ എന്നുള്ളത് ഏറ്റവും വലിയ ആദർശമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ലതിലേക്കാണ് വഴി കാണിക്കുന്നത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധം എന്താണ്? ഞാൻ മുമ്പ് ചോദിച്ചുവല്ലോ, മുമ്പ് ഖുതുബയിൽ ഞാൻ ചോദിച്ചില്ലേ, നമ്മൾ എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കി? ഏതെല്ലാം സൂറത്തിന്റെ അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ ഉള്ളത്? നമുക്ക് പലപ്പോഴും സമയമില്ല. നമ്മുടെ ബിസിനസ്, നമ്മുടെ കുടുംബം, നാമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അത് മാത്രമാണ്. അള്ളാഹുവിൻ്റെ കലാമ് അവിടെ തന്നെ നിൽക്കുകയാണ്. ആ വിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് വായിക്കുവാനോ, കുടുംബത്തോടൊപ്പം ഒന്നിരുന്ന് വായിക്കുവാനോ, അല്ലെങ്കിൽ ചർച്ച ചെയ്യുവാനോ, അതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനോ നമുക്ക് സമയമുണ്ടായിട്ട് പോലും നമ്മൾ തയ്യാറാകുന്നില്ല. കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ നമ്മെ സ്വയം ഒന്ന് വിചാരണ ചെയ്ത് മാറ്റം ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ഖുർആനുമായിട്ട് നമുക്ക് ബന്ധമില്ല എങ്കിൽ, ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പരാതി കൊടുക്കും. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന സൂറത്തുൽ ഫുർഖാൻ, വഖാല റസൂലി യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടുക്കൽ പരാതി പറയുന്നതിനെ സംബന്ധിച്ചാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അകലോകത്ത് വിചാരണ ചെയ്തങ്ങനെ നിൽക്കുമ്പോൾ, വിചാരണയ്ക്ക് നിൽക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഖാല റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ സമുദായം വിശുദ്ധ ഖുർആനിനെ അവഗണിച്ച ആളുകളാണ് നബി. അല്ലാഹുവേ, ഈ വിശുദ്ധ ഖുർആൻ അവഗണിച്ച ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? നമ്മൾ ആലോചിച്ച് നോക്കൂ, ദിവസത്തിൽ 24 മണിക്കൂർ സമയം, 7-8 മണിക്കൂർ നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നു. ബാക്കിയുള്ള സമയം മാറ്റൂ, 16 മണിക്കൂർ. എത്ര മണിക്കൂർ സമയം നമ്മൾ ജോലിയുമായി ബന്ധപ്പെടുന്നു? നിങ്ങൾ കുറച്ചോളൂ, അതിലും 7 മണിക്കൂർ മാറ്റി വെക്കൂ, അല്ലേ? 9 മണിക്കൂർ സമയം കുടുംബത്തോടൊപ്പം ബാക്കിയുള്ള കളിക്ക്, അല്ലെങ്കിൽ അവരുമായിട്ട്, കുട്ടികളുമായിട്ട് കളിക്കാനൊക്കെ എത്ര സമയം? എല്ലാം നോക്കൂ നിങ്ങൾ. ഖുർആൻ ഓതാൻ എവിടെ നമ്മൾ സമയം കണ്ടെത്തും? റമളാൻ കടന്നു വരുമ്പോൾ ഖുർആൻ ആദ്യം ഒന്നെടുക്കും, എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഓതും. 2-3 ജുസു ഓതി പിന്നെ അവിടെ സ്റ്റോപ്പാക്കി. ചിലർ 2-3 തവണ മുഴുവനായി പൂർത്തിയാക്കും. ചിലർ ആ തുടക്കത്തിലുള്ളത് ആ നിലക്ക് അവിടെ അവസാനിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഖുർആനുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാകും. എല്ലാ ദിവസവും പാരായണം ചെയ്യണം. നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുട്ടികളും ഈ നിലയിലേക്ക് വളർന്നു വരും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിട്ടുണ്ട്. നമുക്കും ആശ്വാസമാകണ്ടേ? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടായത്. നബിയെ കളിയാക്കി ശത്രുക്കൾ. ഭാവിയില്ലാത്തവൻ, അബ്തർ, ഭാവിയില്ലാത്തവനാ മുഹമ്മദിന്റെ ആൺകുട്ടികളൊക്കെ ജീവനോടുകൂടി ആ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ മരിച്ചു പോവുക. ഈ ഭാവിയില്ലാത്തവൻ മുഹമ്മദ് എന്ന് അബൂലഹബ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രത്തോളം ആക്ഷേപിച്ചു. പ്രവാചകനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച വ്യക്തിയാണ് അബൂലഹബ്. പക്ഷെ വിശുദ്ധ ഖുർആൻ എന്താ മറുപടി കൊടുത്തത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ നിനക്ക് നാം ധാരാളം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ,
രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ തന്നെയാണ് ഭാവിയില്ലാത്തവർ. നബിയെ, നിന്നോട് ആരാണോ വിദ്വേഷം വെച്ച് പുലർത്തുന്നത്, പക പുലർത്തുന്നത്, അവരാണ് ഭാവിയില്ലാത്തവർ. നിങ്ങൾ നോക്കൂ, അബൂലഹബിന്റെ ചരിത്രം എന്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രത്തോളം ആക്ഷേപിച്ച ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാവിയില്ല എന്ന് പറഞ്ഞ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാത്ത ദിവസങ്ങളുണ്ട്. 5 നേരത്തെ ബാങ്കുകളിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇഖാമത്തുകളിൽ, നമസ്കാരത്തിലെ സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കാത്ത പറയാത്ത ദിവസങ്ങളില്ല. അത്രത്തോളം പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പോലും ആ അച്ചടക്കത്തോടു കൂടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, രാത്രി ബെഡിലേക്ക് പോകുന്ന സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ നിലക്കുള്ള പ്രാർത്ഥനകളും ദിക്റുകളും മര്യാദകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രവാചകനെ നമ്മൾ ഓർമ്മിക്കുകയാണ്. പക്ഷെ അബൂലഹബ് വിശുദ്ധ ഖുർആൻ ശപിച്ചു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ 2 കൈകളും നശിച്ചു പോകട്ടെ. വിശുദ്ധ ഖുർആൻ ഒറ്റ മനുഷ്യനെയാണ് ശപിച്ചത്. വേറെ മനുഷ്യനെ വിശുദ്ധ ഖുർആൻ ശപിച്ചിട്ടില്ല. ശപിക്കപ്പെട്ട ഒരു മനുഷ്യൻ അബൂലഹബ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ വലിയ ആശ്വാസമായിട്ടായിരുന്നു ഇറക്കിയത്. എന്തുകൊണ്ടാണ്? ആ വിശുദ്ധ ഖുർആനിന്റെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവം ഖുർആനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചോദിച്ചില്ലേ, നബിയുടെ സ്വഭാവം എന്തായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുൽഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വിശുദ്ധ ഖുർആനായിരുന്നു എന്നുള്ളതാണ്. ആ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ അടുക്കൽ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായിട്ടൊന്നും കൂട്ടിച്ചേർത്തിയിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. കൃത്യമാണ്. പ്രവാചകന്റെ സംസാരത്തിന് വേണ്ടിയിട്ടല്ല, തന്നിഷ്ടപ്രകാരമല്ല സംസാരിച്ചത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹീന്റെ നിർദ്ദേശത്തിലാണ് ആ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ദൈവികമാണ്, യാതൊരു സംശയവുമില്ല. കുല്ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ അലാ യൗതു ബിമിസ്ലിഹി വലൗ കാന മഅ്ലൂം ലിബഅദിൻ മുഹീറ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒത്തുചേർന്നാൽ പോലും കൊണ്ടുവരാൻ സാധ്യമല്ല. അവയിൽ ചിലർക്ക് പിന്തുണ നൽകിയാൽ പോലും അതിന് സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. ഒരു ആദർശമായിട്ട് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലുള്ള രോഗത്തിന് പോലും ശമനമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഖുർആൻ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇള മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള ഉപദേശവും മനസ്സിലുള്ള രോഗത്തിനുള്ള ശമനവുമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇത്രത്തോളം പരിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ടത്ര ഗൗരവം നമ്മൾ നൽകണം, പ്രാധാന്യം നൽകണം. അത് പഠിക്കണം, മനസ്സിലാക്കണം, അത് ഹിഫ്ളാക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. മറ്റുള്ളവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഒരുപാട് നേട്ടങ്ങളുള്ള, ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പാരായണവും അതിൻ്റെ പഠനവും ഒക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ അവതരിച്ച ഈ പരിശുദ്ധമായ റമളാൻ മാസം, അതിൻ്റെ മഹത്വം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് പരമാവധി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ ഉപരി ഏറ്റവും പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും 1-2 സൂറത്ത് മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ്. ഒരു 2 സൂറത്ത് നമ്മൾ ഹിഫ്ളാക്കുക. ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് കഴിയും. ഒരു 40-50 ആയത്തുള്ള 1-2 സൂറത്തുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക, ഈ റമളാൻ 29 30 അല്ലാഹു അഅലം, ആ ദിവസങ്ങൾ എത്രയാണോ നമുക്ക് ലഭിക്കുന്നത് അത്രയും ദിവസത്തിനുള്ളിൽ ഞാനിത് ഹിഫ്ളാക്കും, മനഃപ്പാഠമാക്കും എന്ന് കൃത്യമായി തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. മക്കൾക്ക് സമ്മാനം നമ്മൾ ഓഫർ ചെയ്യുക. മോനെ, ഈ സൂറത്ത് റമളാൻ മാസത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉപ്പ നല്ലൊരു സമ്മാനം നൽകും റമളാൻ അവസാനിക്കുന്ന സമയത്ത് എന്ന് മക്കൾക്ക് ഓഫർ നമ്മൾ നൽകുക. ഖുർആൻ പഠിക്കുന്ന വിഷയമാണ്, മക്കൾക്ക് സമ്മാനം കൊടുക്കുക. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഖുർആനുമായിട്ട് നമ്മളും നമ്മുടെ കുടുംബവും ഒത്തൊരുമിച്ചുകൊണ്ട്
ഖുർആനുമായിട്ടുള്ള ബന്ധമൊന്ന് ശക്തിപ്പെടുത്താൻ ഈ റമളാൻ മാസത്തിൽ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെ സംബന്ധിച്ച് ചെറിയ സൂചനകൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നൽകിയത്. ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം വളരെ മഹത്വമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യൻ എന്നുള്ളത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണ് വിശ്വാസികളായ നമ്മൾ ഉൾപ്പെടേണ്ടത്. ഒന്നല്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അതിൻ്റെയൊക്കെ പ്രതിഫലം നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ഓരോ ആയത്തിലുള്ള പ്രതിഫലമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രത്തോളം മഹത്വമാണ് അതിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുലുസു ആയാത്തിൻ യഖ്റഉഹുന്ന അഹദുക്കും ഫീ സ്വലാത്തിഹി. നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിൽ ഓതുന്ന 3 ആയത്തുകൾ ഖൈറുൻ ലഹു മിൻ സുലുസി ഖൽഫാത്തിൻ ഇളാമു സിമാൻ. 3 തടിച്ചു കൊഴുത്ത ഗർഭിണികളായ ഒട്ടകങ്ങളെക്കാൾ ഗുണമേറിയതാണ്. നമ്മൾ നമസ്കാരത്തിൽ ഒരു റക്അത്തിൽ 3 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, അതിനുശേഷം ഏതെങ്കിലും അറിയുന്ന സൂറത്തിൽ ഒരു ഭാഗം നമ്മൾ ഓതുന്നു. എത്ര ആയത്തുകൾ നമ്മൾ ടോട്ടൽ ഓതുന്നത്? ഇവിടെ പറഞ്ഞത് 3 ആയത്തുകൾ. ഒരു ഉദാഹരണമായിട്ട് വിശ്വാസം പറയണം, 3 ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ 3 തടിച്ചു കൊഴുത്ത ഗർഭിണികളായ ഒട്ടകങ്ങളെക്കാൾ മഹത്വമുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ വിക്കി ഓടുന്ന ആൾ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട്, ചില ആളുകൾക്ക് ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, ഇപ്പോൾ നോമ്പിൻ്റെ തലേ ദിവസം ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനൊരു സത്യം നിങ്ങളോട് മാത്രം പറയാം, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. 55 വയസ്സോളമായിട്ടുള്ള ഒരാൾക്ക് ഖുർആനിൽ നിന്നൊരു ഭാഗം പോലും നോക്കി ഓതാൻ അറിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് റമളാനാണല്ലോ, പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം ആരും കാണാതെ മുകളിൽ പോയി ഇരുന്ന് ഖുർആൻ നമുക്ക് പഠിക്കാം. നിങ്ങളൊരു ചെറിയ നോട്ട് ബുക്കും പേനയും മാത്രം എടുത്താൽ അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചേക്കാം. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ആലോചിച്ച് നോക്കും, ഇതുപോലെ നമുക്കിടയിൽ ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ പോലും അറിയാത്ത ആളുകളുണ്ട്. എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. പലപ്പോഴും നമ്മൾ തമാശയായിട്ട് പറയാൻ പാടില്ല. നമുക്കറിയാത്ത വിഷയം അറിയുന്ന ഒരാളോട് സ്വകാര്യമായിട്ട് പോയി പറയുക, അദ്ദേഹം അതിന് തയ്യാറാകും. നമ്മുടെ പള്ളിയിലുള്ള ഇമാമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഓതുന്നത് നിങ്ങളൊന്ന് ശരിയാണെന്ന് നോക്കുമോ, എല്ലാം പഠിക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. ഇനി ഒന്നുമില്ല, മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ എല്ലാ സംവിധാനമുണ്ട്. അതും അറിയാത്ത ആളുകളുണ്ടാവുമല്ലോ. എന്നാലും ഞാൻ പറഞ്ഞു വന്നത്, അതിലൊരു മടി കാണിക്കേണ്ട വിഷയമില്ല. നമ്മൾ കൃത്യമായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ഖുർആൻ പഠിക്കാൻ, അത് പാരായണം ചെയ്യാൻ, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ ജീവിതം അവസാനിച്ച് യാത്രയാകുന്ന സമയത്ത് അതോടുകൂടി പഠനത്തോടുകൂടി മടങ്ങാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശ്വാസം പറഞ്ഞല്ലോ, വീടുകളിൽ വെച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ മനസ്സിലാക്കിയതാണ്, ലാ തജ്അലൂ ബുയൂതക്കും മക്കാബിർ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീടുകൾ ഖബർസ്ഥാൻ ആക്കാൻ പാടില്ല, അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. വീടുകളിൽ നിന്ന് പിശാച് പുറത്തു പോകും. ഏത് സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്നുള്ളതാണ്.
അതുപോലെ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ സംസാരിക്കുന്നത് രണ്ടു കാര്യമാണ്. അത് ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ട് നമ്മളെടുത്ത നോമ്പാണ്. രണ്ടും ഒന്നിച്ചു വന്ന മാസമാണ് വിശുദ്ധമായ നോമ്പ്. അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഞാൻ അവനിൽ ആഗതമായപ്പോൾ അവൻ്റെ എല്ലാ തിന്മകളെയും മാറ്റിവെക്കാൻ എനിക്ക് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയും, അള്ളാഹുവേ അവൻ എന്നെ പഠിച്ചു മനസ്സിലാക്കി, എനിക്ക് വേണ്ടി ഉറക്കമെല്ലാം ഒഴിവാക്കി, രാത്രി സമയത്ത് ഒരുപാട് പാരായണം ചെയ്തു. ശുപാർശ സ്വീകരിക്കണമേ എന്ന് നോമ്പും ഖുർആനും അള്ളാഹുവിനോട് ശുപാർശ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രണ്ട് ശുപാർശകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിനും ഒന്നിച്ചിട്ടുള്ള ഒരു മാസമാണ് ഈ റമളാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഖുർആൻ പഠിച്ചത് ഒരിക്കലും മറക്കരുത്. വൈസ്തദ്കറു അൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ചില ആളുകൾ പറയും, ഞാൻ ഖുർആൻ പഠിച്ചു മറന്നുപോയി എന്നുള്ളത്. മറന്നുപോയി എന്ന വാക്ക് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് ഖുർആൻ മറന്നു എന്ന് പറയാൻ പാടില്ല. പിന്നെയോ എന്നിൽ നിന്ന് ഖുർആൻ മറപ്പിച്ചു കളഞ്ഞു അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഒരിക്കലും ഞാൻ ആ സുഹൃത്ത് പഠിച്ചതൊക്കെ മറന്നുപോയി, അങ്ങനെയല്ല. എന്നിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ പറയണമെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഖുർആൻ നമ്മുടെ കൈവശം ഇന്നുണ്ട്. അതുകൊണ്ട് ഈ ഖുർആൻ നന്നായിട്ട് പഠിക്കാനും അത് മനസ്സിലാക്കുവാനും അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ആ നിലക്ക് ഈ റമളാൻ മാസത്തിൽ പരമാവധി നമ്മൾ ഈ ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കുക, ഖുർആനിൽ നിന്ന് 1-2 സൂറത്ത് ഈ റമളാനിൽ ഞാൻ പഠിക്കും. എനിക്കറിയാത്ത കാര്യങ്ങൾ ഇന്ന വ്യക്തിയോട് ഞാൻ ചോദിക്കും. ഞാൻ പഠിക്കാൻ നല്ല മനസ്സ് കാണിച്ചു കഴിഞ്ഞാലോ അത് വലിയ പ്രതിഫലമായിരിക്കും ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. ആ നിലക്ക് ഖുർആനുമായിട്ട് നല്ല ബന്ധം പുലർത്തുക. ഖുർആനുമായിട്ട് നമ്മൾ അകന്നു നിൽക്കരുത്. അതാണ് കഴിഞ്ഞ ഖുത്ബയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഖബറിലെത്തിക്കഴിഞ്ഞാൽ ചോദ്യമുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട്. അവിടെ ഖുർആൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഖുർആനുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഖുർആൻ പഠിക്കുന്ന, അത് മനസ്സിലാക്കുന്ന, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസമാണ്. നോമ്പ് തുറക്കുന്ന ഘട്ടത്തിൽ ഒരു ചെറിയ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പഠിച്ചതാണ്, ആ പ്രാർത്ഥന നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് മറന്നുപോകും. പ്രാർത്ഥനകൾ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പതിവാക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയാക്കാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് പള്ളിയിൽ കയറിയ സമയത്ത് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് എത്ര ആളുകൾ പറഞ്ഞു, മനസ്സിനോട് ചോദിച്ചു നോക്കുക. അപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുണ്ട്, വാഹനത്തിൽ കയറുന്ന സമയത്തുണ്ട്, വസ്ത്രം തയ്ക്കുമ്പോൾ, ടോയ്ലറ്റിൽ കയറുമ്പോൾ, ടോയ്ലറ്റിൽ ഇറങ്ങുമ്പോൾ, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ റമളാൻ മാസമാണ്. നോമ്പ് തുറക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദഹബ അൽ-ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. വളരെ ചെറിയ പ്രാർത്ഥനയാണ്. കഴിയുമെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എവിടെയെങ്കിലും ബോർഡുകൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. നോമ്പ് തുറ പള്ളിയിൽ എവിടെയാണോ സംഘടിപ്പിക്കപ്പെടുന്നത് അവിടെ ഒരു ചെറിയ പേപ്പറിൽ എഴുതി വെച്ചാൽ എല്ലാവർക്കും അത് ഉപയോഗപ്രദമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. ദഹബ അൽ-ളമഉ, ദാഹം പോയി. വബ്തല്ലത്തിൽ ഉറൂഖു, നോമ്പ് തുറന്ന സമയത്ത് എൻ്റെ നാഡീ ഞരമ്പുകളെല്ലാം നനഞ്ഞു. വസബത്തൽ അജ്റു, പ്രതിഫലം ഉറപ്പിച്ചു ഇൻഷാ അല്ലാഹ്. പ്രതിഫലം ഉറപ്പിച്ചു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഈ പ്രാർത്ഥന കൃത്യമായിട്ട് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ചെയ്യാം. വീടുകളിൽ നിന്നാണ് നോമ്പ് തുറന്ന് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ വീട്ടിലെന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ ഡൈനിങ് ഹാളിൽ എഴുതി വെക്കുക. എന്നിട്ട് മക്കളോട് പറഞ്ഞു കൊടുക്കുക, മോളെ ഈ പ്രാർത്ഥന ചെല്ലൂ, ബാപ്പ ചൊല്ലിത്തരാം. ദഹബ അൽ-ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് 2-3 ദിവസം മക്കൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾ സ്വാഭാവികമായിട്ട് അത് മനഃപ്പാഠമാക്കും, അത് ജീവിതത്തിൽ പകർത്തും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന വിശ്വാസികളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചതെല്ലാം കൃത്യമായി നിലനിർത്തുവാനും
ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എല്ലാം സംഭവിച്ചു പോയിട്ടില്ലാതെ ആ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്കിനി പുറത്തു തകരണം. അള്ളാഹുവെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഞങ്ങൾക്ക് നിൻ്റെ അനുഗ്രഹത്താൽ പ്രവേശിക്കാൻ കഴിയും. ഈ റമളാൻ മാസത്തിലെ മുഴുവൻ നോമ്പുകൾ എടുക്കുവാനും പരമാവധി സൽക്കർമ്മങ്ങൾ അള്ളാഹുവെ കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ ഒരുപാട് പേരുണ്ട് നാഥ. അവർക്കെല്ലാവർക്കും ഈ റമളാനിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു അതിൻ്റെ മഹത്വം എടുത്തുകൊണ്ട് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹു, ഈ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് നാഥ. നിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദാനം ചെയ്യുന്നതും അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും ഞങ്ങൾ നിർവഹിക്കുന്നതും. കൃത്യമായ പ്രതിഫലം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, രോഗികളായിക്കൊണ്ട് ആശുപത്രികളിൽ, വീടുകളിൽ ഈ റമളാൻ മാസത്തിൽ പോലും നോമ്പനുഷ്ഠിക്കാതെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് വീടുകളിലും ആശുപത്രികളിലെല്ലാം കഴിയുന്നുണ്ട്. അള്ളാഹു, എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഈ റമളാൻ മാസത്തിൽ പോലും നോമ്പെടുക്കാൻ കഴിയാതെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരുപാട് മുസ്ലിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പ്രയാസപ്പെടുകയാണ്. അള്ളാഹുവെ, അവർക്ക് ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അകറ്റിക്കൊടുത്തുകൊണ്ട് അള്ളാഹുവെ അവരെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, പ്രവാചകന്മാരും സഹാബികളും കടന്നു പോകുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനും ശാശ്വതമായി കഴിഞ്ഞുകൂടാനും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നാഥ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ കടങ്ങളൊക്കെ വീട്ടുവാനും സമാധാനത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾ പരീക്ഷാകാലമാണ്, പരീക്ഷകൾ എഴുതി കാത്തിരിക്കുകയാണ് ഉന്നത വിജയത്തിന് വേണ്ടി. അള്ളാഹുവെ, ഉന്നതമായിട്ടുള്ള വിജയം നേടാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ അള്ളാഹുവെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, അകലോകത്ത് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗീയ പൂങ്കാവനത്തിൽ പ്രവേശിക്കുവാനും ശാശ്വതമായി അവിടെ കൂടുവാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി